إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وترى المجرمين يومئذ مقرنين في الأصفاد سرابيلهم من قطران وتغشى وجوههم النار സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വയമെന്ന പോലെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നടത്തുന്ന ചർച്ചകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് ചൂട് കഠിനമാകുന്നു എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. എന്തൊരു ചൂടാണ്, സഹിക്കാൻ കഴിയുന്നില്ല, എങ്ങനെയാണ് രാത്രി ഉറങ്ങുക എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. താപനില അത്രമേൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ ഇന്ന് ഇതാണ് ചർച്ച. സൂര്യാഘാതമേറ്റ് പ്രയാസപ്പെടുന്നവരെ പത്രങ്ങളിലൂടെ നാം കാണുകയുണ്ടായി. പകൽ സമയത്തെ യാത്രകളിലും ജോലികളിലുമൊക്കെ ക്രമീകരണം വരുത്താനുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ തലങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം എന്ത് ചെയ്യണം, എവിടെ കിടക്കണം എന്നറിയാതെ പ്രയാസപ്പെടുകയാണ്. നമ്മൾ പല കാര്യങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. യാത്രയുടെ സമയം മാറ്റുന്നു, കുട്ടികളെ പുറത്തിറക്കാതെ അകത്തു തന്നെ നിർത്തുന്നു, തുറസായ സ്ഥലങ്ങളിൽ പോയി കിടന്നുറങ്ങുന്നു, എയർ കണ്ടീഷൻ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നു, പലതവണ കുളിക്കുന്നു. ഇങ്ങനെ ശക്തമായ ചൂടിനെ നേരിടാനുള്ള മാർഗങ്ങളാണ് നാം അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഭൗതികമായ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ വർധനവ്, ടാറിട്ട റോഡുകളുടെ സംവിധാനങ്ങൾ, കട്ടവിരിച്ച മുറ്റങ്ങൾ, മരങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകുന്നത്, വാഹനങ്ങളുടെ വർധനവ് പോലുള്ള ഭൗതികമായ കാരണങ്ങളെ നമുക്ക് നിഷേധിക്കാനാവില്ല. ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ചൂട് കൂടുമ്പോൾ മഞ്ഞപ്പിത്തം, പനി, നിർജ്ജലീകരണം, മൂത്രച്ചൂട് തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. ധാരാളം ശുദ്ധജലം കുടിക്കുകയും രോഗങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, സീസൺ പഴങ്ങൾ കഴിക്കുക പോലുള്ള നിർദ്ദേശങ്ങളാണ് ആ രംഗത്ത് പഠനം നടത്തുന്ന ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
രോഗങ്ങൾ പിടിപെട്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഡോക്ടർമാരെ കാണിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയും പരിപാലനവും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഭൗതികമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാമെങ്കിൽ വിശ്വാസികളെന്ന നിലക്ക് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഉൾക്കൊള്ളുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യാൻ വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം ഏത് സാഹചര്യങ്ങളെയും നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് സാധിക്കണം എന്നതാണ്. തണുപ്പും ചൂടുമൊക്കെ മാറി മാറി വരുമ്പോൾ, മഴയും വെയിലുമൊക്കെ ലഭിക്കുമ്പോൾ, കാറ്റടിക്കുമ്പോൾ എല്ലാത്തിനും കുറ്റം പറയുന്ന, ശാപം നൽകുന്ന അവസ്ഥ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ. കാലത്തെ ശപിക്കുകയോ പഴിക്കുകയോ ചെയ്യരുത് എന്ന് ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം കാലത്തെ സൃഷ്ടിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത്, അതിനെ ക്രമീകരിക്കുന്നത് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, യുഅ്ദീനി ബിനു ആദം, മനുഷ്യൻ എന്നെ വേദനിപ്പിക്കുകയാണ്, മനുഷ്യൻ എന്നെ പീഡിപ്പിക്കുകയാണ്. യഖൂൽ, അവൻ പറയുന്നു, യസുബുദ്ദഹർ, കാലത്തെ അവൻ ചീത്ത പറയുന്നു. വ അനദ്ദഹർ, ഞാനാണ് കാലം. ബിയദിൽ അംർ, എൻ്റെ കയ്യിലാണ് കാര്യം. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവും പകലും മാറ്റിമറിക്കുന്നവൻ ഞാനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമുക്ക് നൽകുന്ന ഒരു താക്കീതുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ യഖൂലൻ അഹദുക്കും, നിങ്ങളിൽ ഒരാളും പറഞ്ഞു പോകരുത്, യാ ഖൈബത ദഹർ, കഷ്ടകാലം, കാലത്തിൻ്റെ നാശമേ എന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത്. ഫഇന്നല്ലാഹ ഹുവദ് ദഹർ, കാരണം അള്ളാഹുവാണ് കാലം, അവനാണ് കാര്യങ്ങൾ ചെയ്യുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ നാം ചെയ്യുന്ന തുറസായ സ്ഥലങ്ങളിൽ കിടക്കുക എന്നത് അതീവ ജാഗ്രതയോടുകൂടിയായിരിക്കണം. തടയില്ലാത്ത, തടസ്സങ്ങളില്ലാത്ത, വാതിലുകളില്ലാത്ത, ഏത് ജീവിക്കും ഓടിക്കയറാനും ചാടി വരാനും ഇഴഞ്ഞെത്താനും സാധിക്കുന്ന സ്ഥലങ്ങളിൽ കിടക്കുന്നതിനെ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചുകൊണ്ട് പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യനാമർ റജുൽ അലാ സത്ഹിൻ ലൈസ ബിമഹജൂരിൻ അലൈഹി, തടവൊന്നുമില്ലാത്ത, തടവറയില്ലാത്ത, തടയിണയില്ലാത്ത സ്ഥലങ്ങളിൽ, തുറസായ ഇടങ്ങളിൽ കിടക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്നാണ്. അവിടുന്ന് പറഞ്ഞു, മൻ ബാത അലാ ലഹിരിൻ ലഹിരി ബൈത്തിൽ ലൈസ ലഹു ഹിജാർ, തടസ്സങ്ങളില്ലാത്ത വീടിൻ്റെ പുറത്ത് ടെറസുകളിൽ പുറം ഭാഗങ്ങളിൽ കിടന്നുറങ്ങുന്നവൻ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മ, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായവനാണ്. അള്ളാഹു അവനെ സംരക്ഷിക്കുകയില്ല, അവൻ അതുകൊണ്ട് ഉപദ്രവവും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നേക്കാം എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, നാം ചൂട് കാരണം എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് നമ്മൾ മഹ്ശറിലെ ചൂടിനെ ഓർക്കാൻ ഒരു കാരണമാകണം. മഹ്ശറിനെ ഓർക്കാൻ, അവിടുത്തെ ചൂടിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 150 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ, അത് 1 മൈൽ മുകളിൽ വന്നു നിൽക്കുന്ന ഒരു ദിവസം നമുക്ക് നേരിടാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ സംവിധാനിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞതെന്താണ്? അന്ത്യനാളിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് പറയാൻ അള്ളാഹു സൂറത്തു നബഇൻ്റെ തുടക്കത്തിൽ കുറേ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞു. കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു, വജഅൽനാ സിറാജം വഹാജാ, വജഅൽനാ സിറാജം വഹാജാ, കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് നാം സംവിധാനിച്ചിരിക്കുന്നു. സൂര്യനെക്കുറിച്ച് അല്ല പറഞ്ഞത് കത്തിജ്വലിക്കുന്ന വിളക്ക് എന്നാണെങ്കിൽ, ആ കത്തിജ്വലിക്കുന്ന വിളക്കിനെ സൃഷ്ടിച്ച റബ്ബ് ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതം സംവിധാനിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ചെന്ന് നിൽക്കാനുണ്ട്. സഹോദരങ്ങളെ, നാം ഇന്ന് കാണുന്ന സൂര്യനില്ലേ, നമുക്കധികം വലുപ്പം തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ 13.5 ലക്ഷം 13.5 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ മാത്രം വലുപ്പമുള്ള സൂര്യൻ അത്രയും മുകളിലായതുകൊണ്ടാണ് ചെറുതായി നമുക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ ആ സൂര്യൻ 1 മൈൽ മുകളിൽ വന്നു നിൽക്കുമെന്നാണ് മിഖ്ദാദ് ഇബ്നു അംർ അൽ അസ്വദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി, തുദ്ന ശംസു യൗമൽ ഖിയാമ,
അന്ത്യനാളിൽ മഹ്ശറിൽ മനുഷ്യൻ എരിപിരി കൊള്ളുന്ന ദിവസത്തിൽ സൂര്യൻ അടുപ്പിക്കപ്പെടും. എങ്ങോട്ട്? മിനൽ ഖൽക്കി, അവൻ്റെ സൃഷ്ടികളിലേക്ക്. ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ, ഒരു മീൽ അളവിലേക്ക് അവൻ്റെ മുകളിൽ, മനുഷ്യരുടെ മുകളിൽ സൂര്യനെ അടുപ്പിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മിഖ്ദാദിൽ നിന്ന് ഈ ഹദീസ് കേൾക്കുന്ന താബിഈ വര്യൻ സുലൈം ഇബ്നു ആമിർ അൽ കിലാഇ അൽ ഹിംസി റഹിമഹുല്ല പറയുന്നുണ്ട്, പ്രവാചകൻ്റെ ആ കാര്യം മിഖ്ദാദ് ഇബ്നു അംർ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഫവല്ലാഹി മാ അദിരി, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, മാ യഅനി ബിൽ മീൽ, ആ മീൽ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. ആ മസാഫത്തുൽ അർളി, ഒരു മൈൽ മുകളിൽ, ഒരു മൈൽ ദൂരം എന്ന് പറയുന്ന ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെയുള്ള ആ മൈലാണോ? അമിൽ മീലില്ലദീ തുഖ്തഹലു ബിഹിൽ ഐൻ, ഞങ്ങൾ സൂർമയിടാൻ ഉപയോഗിക്കുന്ന കോലിന് മീൽ എന്നാണ് പറഞ്ഞിരുന്നത്, അതാണോ ഉദ്ദേശിച്ചത് എന്നറിയില്ല. ഒരു മൈൽ മുകളിൽ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു സൂർമയിടാൻ പാകത്തിലുള്ള കൊള്ളിയുടെ അത്ര അകലെയാണ് സൂര്യൻ വന്നു നിൽക്കുക, അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ അകലെയാണ് സൂര്യൻ വന്നു നിൽക്കുക. ഏതായിരുന്നാലും അന്ന് മനുഷ്യൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് അവൻ വിയർപ്പിൽ മുങ്ങി നിൽക്കുകയാണ്. മാറി നിൽക്കാൻ അവന് കഴിയാത്ത ദിവസമാണ്. സഹോദരങ്ങളെ, അല്പസമയം പോലും വെയിലത്ത് നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. 1 മണിക്കൂർ സമയം നട്ടുച്ച സമയത്ത് പുറത്തു നിന്നാൽ കണ്ണിൽ ഇരുട്ടടയുകയാണ്, പലരും തളർന്നു വീഴുകയാണ്, ബോധരഹിതരാവുകയാണ്. എന്നാൽ മാറി നിൽക്കാൻ തണലില്ലാത്ത, കുടിക്കാൻ വെള്ളം ലഭിക്കാത്ത, ഫാനോ എ സിയോ സംവിധാനിക്കാത്ത ആ മഹ്ശറിൽ നാം ചെന്ന് നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയകൂനുന്നാസു, ജനങ്ങൾ അന്നായിരിക്കും അലാ ഖദിരി അഅ്മാലിഹിം ഫിൽ അറഖ്, അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച്, പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വിയർപ്പിലായിരിക്കും. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈ, അവരുടെ നെരിയാണി വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന മനുഷ്യർ അവിടെ ഉണ്ടാകും. അവർ നിൽക്കുന്ന സ്ഥലത്ത് അവരിൽ നിന്ന് വിയർപ്പ് വന്ന് അത് തളം കെട്ടി അവൻ്റെ നെരിയാണി വരെ ഉണ്ടാകും. സുഹൃത്തുക്കളെ, ഒരു 5 മിനിറ്റ് വിയർക്കുമ്പോഴേക്ക്, വസ്ത്രം അല്പം ഒന്ന് നനയുമ്പോഴേക്ക് നമുക്ക് സഹിക്കാനാകുന്നില്ല. നാം സീലിംഗ് ഫാനുകൾക്ക് പുറമെ ടേബിൾ ഫാനുകൾ കൂടി ഉപയോഗിക്കുന്നു. നാം തുറസായ സ്ഥലങ്ങളിൽ പോയിരിക്കുന്നു. എ സി എങ്ങാനും ഒന്ന് ഓഫായാൽ അത് വാടക കൊടുത്താണെങ്കിൽ നാം ദേഷ്യപ്പെടുന്നു, വാടക തന്നിട്ടല്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നു. സുഹൃത്തുക്കളെ, എങ്കിൽ മാറി നിൽക്കാൻ പറ്റാത്ത ആ ദിവസത്തിൽ അള്ളാഹു പറയുകയാണ്, റസൂലുള്ള പഠിപ്പിക്കുകയാണ്, അവരുടെ കൂട്ടത്തിൽ കാൽമുട്ടുവരെ വിയർപ്പിൽ നിൽക്കുന്ന ആളുകളുണ്ടാകും. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈഹി, കാലിൻ്റെ മുട്ടുവരെ വിയർപ്പിൽ നിൽക്കുന്ന മനുഷ്യരുണ്ടാകും. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈഹി, അതേ അവർ അരയിടം വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന മനുഷ്യരുണ്ടാകും. വമിൻഹും മൻ യുൽജിമുഹുൽ അറഖു ഇൽജാമ, കടിഞ്ഞാണിടുന്നത് പോലെ അവൻ്റെ മൂക്കിലേക്ക്, വായിലേക്ക് റസൂലുള്ള കൈവീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതുവരെ ഇങ്ങനെ വിയർപ്പിൽ നിൽക്കുന്ന ആളുകളും അവിടെ ഉണ്ടാകും എന്നാണ്. സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ ചില ആളുകൾക്ക് അള്ളാഹു തണൽ നൽകുകയാണ്. അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്? മറ്റൊന്നും അവിടെ ആർക്കും ആശ്വാസം നൽകുകയില്ലല്ലോ. എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീർഘസമയം നിൽക്കേണ്ടി വരുന്ന ആ മഹ്ശറിൽ അവിടുന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എന്താണ്? തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. ഇന്ന് നാം എണ്ണുന്ന ദിവസത്തിൻ്റെ 50,000 ദിവസമാണ് അവിടുത്തെ ഒരു ദിവസം. വേണമെങ്കിൽ ഇവിടുത്തെ ചൂട് നമുക്ക് ഒരു 6 മാസമല്ലേ ഉള്ളൂ എന്ന് സമാധാനിക്കാം, പകലിൽ മാത്രമേ ഉള്ളൂ എന്ന് സമാധാനിക്കാൻ. പിന്നെ ചൂട് കുറഞ്ഞു വരുന്നുണ്ടല്ലോ, മണിക്കൂറുകൾ കഴിഞ്ഞാൽ ചൂടിന് ആശ്വാസമുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കാം. എങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 ദിവസത്തിൻ്റെ ദൈർഘ്യമുള്ള ആ മഹ്ശറിൽ നാം ചെന്നു നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് മാത്രം തണൽ നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്അത്തുൻ, 7 വിഭാഗം ആളുകളുണ്ട്. യുദില്ലുഹുമുല്ലാഹു യൗമൽ ഖിയാമ ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലും ലഭിക്കാത്ത അന്ത്യനാളിൽ മഹ്ശറിൽ തണൽ കൊണ്ട് അനുഗ്രഹിക്കുന്നവർ 7 വിഭാഗമുണ്ട്. അവിടുന്ന് എണ്ണി പറഞ്ഞു, ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. അതൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരി മാത്രമല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി മാത്രമല്ല, ഒരു ജില്ലയുടെ ഭരണാധികാരി മാത്രമല്ല, ഒരു വീട്ടിലെ ഭരണം നയിക്കുന്ന കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളൊക്കെ ഭരണാധികാരികളാണ്, നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് റബ്ബിൻ്റെ മുന്നിൽ ചോദ്യമുണ്ട് എന്ന് റസൂലുള്ള പഠിപ്പിച്ച ഒരു വീട്ടിലെ ഭരണാധികാരി അടക്കം, ഒരു പിതാവടക്കം, ഒരു കുടുംബനാഥനടക്കം നീതിയോടെ വർത്തിക്കുന്നുവെങ്കിൽ അവൻ അല്ലാഹു അർശിൻ്റെ തണൽ നൽകും. വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, രണ്ടാമതായി പറഞ്ഞു, ഇബാദത്ത് ചെയ്തുകൊണ്ട്, നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വരുന്നൊരു യുവാവ് അള്ളാഹു അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്നവരിൽപ്പെട്ട ആളാണ്.
മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ ദക്കറല്ലാഹ ഫീ ഖലാഹ് ഫഫാലത് ഐനാഹു, ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന മനുഷ്യൻ, നരകത്തെ ഓർത്ത്, ഖബറിനെ ഓർത്ത്, മരണത്തെക്കുറിച്ചോർത്ത്, പരലോകത്തെക്കുറിച്ചോർത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ കണ്ണുനീർ പൊഴിക്കുന്നവൻ പ്രത്യേകം തണൽ നൽകി അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസ്ജിദ്, പള്ളിയുമായി ഹൃദയങ്ങളെ ബന്ധിപ്പിച്ച് ആരാധനകളുമായി, നമസ്കാരങ്ങളുമായി, സുന്നത്ത് നമസ്കാരങ്ങളുമായി, ഇഴ്തികാഫുകളുമായി, ദിക്റുകളും ദുആകളുമായി, ഖുർആൻ പഠനവുമായി, പള്ളിയുമായി ജീവിതത്തെ ബന്ധിപ്പിക്കുന്ന മനുഷ്യൻ അള്ളാഹു ആ തണൽ നൽകി അനുഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നവിടുന്ന് പഠിപ്പിച്ചു. വറജുലാനി തഹബ്ബാ ഫില്ലാഹ്, അതെ, രണ്ടാളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് സ്നേഹിച്ചത്. ആ സ്നേഹത്തിലായിക്കൊണ്ട് തന്നെയാണ് അവർ വിട പറഞ്ഞത്. മറ്റൊരു ഭൗതിക ലാഭവും അവർ ലക്ഷ്യം വെച്ചില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ ഓർത്ത്, ദീനിൻ്റെ വ്യക്തി എന്നോർത്ത് സ്നേഹിച്ച് പിരിഞ്ഞ ആളുകൾക്ക് അള്ളാഹു പ്രത്യേകം തണൽ നൽകും എന്നാണ് റസൂലുള്ള പറഞ്ഞു. വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ, സുന്ദരിയായ സ്ഥാനമാനങ്ങളുള്ള ഒരു പെണ്ണ് തിന്മയിലേക്ക് തന്നെ ക്ഷണിച്ചപ്പോൾ, ഇന്നി യഖാഫുല്ലാഹ്, എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഹറാമിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന് മാറിപ്പോകുന്ന മനുഷ്യൻ, അവൻ അള്ളാഹു പ്രത്യേകം തണൽ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവിടുന്ന് ഏഴാമതായി പറഞ്ഞു, വറജുലുൻ തസദ്ദഖ ബിസദഖ, ഒരാൾ ദാനധർമ്മം ചെയ്തു. അവൻ്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത വിധം രഹസ്യമായി ആരും അറിയിക്കാതെ അള്ളാഹുവിൻ്റെ കൂലി ഉദ്ദേശിച്ച് ദാനം ചെയ്യുന്ന മനുഷ്യൻ, അവൻ അള്ളാഹു പ്രത്യേകം തണൽ നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചില ഹദീസുകളിൽ കാണാം, കടം വീട്ടാൻ സഹായിക്കുന്നവരെ, അതുപോലെ തന്നെ അടിമയെ മോചിപ്പിക്കാൻ സഹായിക്കുന്നവരെയൊക്കെ അള്ളാഹു പ്രത്യേകം തണൽ നൽകി അനുഗ്രഹിക്കുമെന്ന് പഠിപ്പിച്ചത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ആ മഹിശ്ശറിൽ, ആ നരകത്തിൻ്റെ ചൂടിൽ, അന്ത്യനാളിൻ്റെ ഭയാനകതയിൽ രക്ഷപ്പെടാൻ നമുക്കൊന്നാമതായി വേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്, തൗഹീദുള്ളവരാവുക എന്നതാണ്. സൂര്യനെ സംവിധാനിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാർ, അല്ലാഹുവാണ് ആകാശഭൂമികളെ, രാവിനെയും പകലിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. വശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും സംവിധാനിച്ചിട്ടുള്ളത്. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം ഒരു നിശ്ചിതമായ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആനിൻ്റെ സൂറത്തുൽ അംബിയായിലെ 33-ാമത്തെ ആയത്താണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ, അള്ളാഹു നിങ്ങൾക്ക് രാവിനെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും വിധേയമാക്കി തന്നിരിക്കുകയാണ്. വന്നുജൂമു സഖറാത്ത്, അതേ നക്ഷത്രങ്ങളും വിധേയമായ നിലക്കാണ് മുന്നോട്ട് പോകുന്നത്. ബി അംരിഹി, അവൻ്റെ കൽപ്പന പ്രകാരം. ഇന്ന ഫീ ദാലിക ലായാതിൻ ലിഖൗമി യഅഖിലൂൻ, ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇതിലൊക്കെ ഗുണപാഠങ്ങളുണ്ട് എന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമിൻ ആയാതിഹിൽ ലൈലു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് രാത്രി, വന്നഹാറു പകൽ, വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, അതുകൊണ്ട് ആ സൂര്യന് മുന്നിൽ, ആ ചന്ദ്രന് മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്യല്ലേ, റബ്ബിന് മുന്നിലല്ലാതെ സുജൂദിൽ വീടല്ലേ. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, ആകാശങ്ങളെ സൃഷ്ടിച്ച, ഭൂമിയെ സംവിധാനിച്ച, സൂര്യനെ സംവിധാനിച്ച, ചന്ദ്രനെ സംവിധാനിച്ച റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവൻ്റെ മുന്നിൽ മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യാവൂ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ തൗഹീദുള്ളവരാണെങ്കിൽ, ഇബാദത്ത് റബ്ബിന് മാത്രം നൽകുന്നവരാണെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുവെങ്കിൽ, മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് എന്താണെന്നറിയോ? യൂലിജുൽ ലൈല ഫിൻ നഹാർ, അല്ലാഹു രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു. വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ, എല്ലാം ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിക്കുകയാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും, അതൊക്കെ ചെയ്യുന്നവനാ നിങ്ങളുടെ റബ്ബ്, അവനാ നിങ്ങളുടെ രക്ഷിതാവ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലഹുൽ മുൽക്ക്, അവനാണ് രാജാധികാരം. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ ആരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാലും, മായംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പന കുരുവിൻ്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുകയില്ല. സൂര്യനെക്കുറിച്ച് പറഞ്ഞ്, ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞ്, രാവിനെക്കുറിച്ച് പറഞ്ഞ്, അതുപോലെ തന്നെ പകലിനെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, അതൊക്കെ സൃഷ്ടിച്ച റബ്ബില്ലേ, അവനാ നിങ്ങളുടെ രക്ഷിതാവ്, അവനാണ് അധികാരമുള്ളത്, അവനോടെ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. അല്ലാതെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും, ഒരു ഈത്തപ്പന കുരുവിൻ്റെ മുകളിലുള്ള പാട
അതിനാണ് ഖിത്മീർ എന്ന് പറയുക. ആ വെളുത്ത പാട അതുപോലും അവരാരും ഉടമപ്പെടുത്തുന്നില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടാൽ തന്നെയും ഉത്തരം നൽകുകയില്ല. വയൗമിൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ അന്ത്യനാളിൽ നിഷേധിക്കുകയും ചെയ്യും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹു അറിയിക്കുന്നത് പോലെ ആരും നിങ്ങൾക്ക് കാര്യം അറിയിച്ചു തരികയില്ല. സഹോദരങ്ങളെ, പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രം എന്നതും ഈ സമയത്ത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ചൂട് കൂടുമ്പോൾ ചൂടിനെ ശയിപ്പിക്കാൻ പലതും നമ്മൾ ചെയ്യുന്നു, അതിനെ ശമിപ്പിക്കാൻ പലതും നമ്മൾ ചെയ്യുന്നു. എന്നാൽ ആ ചൂട് പോലും അത് നരകത്തിൻ്റെ ചൂടിൻ്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുന്ന് പറയുകയാണ്, ഇഷ്തഖത്തിന്നാറു ഇലാ റബ്ബിഹാ, രക്ഷിതാവിനോട് നരകം ആവലാതി പറഞ്ഞു, പരാതി പറഞ്ഞു, സങ്കടപ്പെട്ടു. ഫഖാലത്ത്, ആ നരകം പറഞ്ഞു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, അക്കല ബഅലി ബഅലാ, എൻ്റെ ചില ഭാഗങ്ങളെ തിന്നുകയാണ്, അത്രയും ചൂടിൻ്റെ കാഠിന്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തവണ നിശ്വാസത്തിന് അവസരം കൊടുത്തു. ഒന്ന് നഫസുൻ ഫിശ്ശിതാ വ നഫസുൻ ഫിസ്സൈഫ്, വേനലിലെ ഒരു നിശ്വാസവും ശൈത്യകാലത്തെ ഒരു നിശ്വാസവും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കുന്ന കടുത്ത ചൂട് അത് നരകത്തിൽ നിന്നുള്ളതാണ്, നിങ്ങൾ അനുഭവിക്കുന്ന കടുത്ത തണുപ്പ് അതും നരകത്തിൻ്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ആ ഒരു ചൂട്, അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾ തീ കത്തിക്കുന്നത് കണ്ടപ്പോൾ അവരെ ചിന്തിപ്പിച്ചുകൊണ്ട് പറഞ്ഞതെന്താണ്? നാറുക്കും, നിങ്ങളുടെ ഈ തീയുണ്ടല്ലോ, ജുസ്ഉം മിൻ 70 ജുസ്അം മിൻ നാരി ജഹന്നം, നരകത്തീയിൻ്റെ ചൂടിൻ്റെ 70 മാത്രമാണ്. സ്വഹാബികൾ പറഞ്ഞു, റസൂലേ, ഒരു മനുഷ്യനെ ശിക്ഷിക്കാൻ ഈ ഭൗതിക ലോകത്തെ ചൂട് തന്നെയും മതിയാകുമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊക്കെ ശരിയാണ്, പക്ഷേ ഫുദ്ദിലത്ത് അലൈഹിന്ന ബിതിസ്അത്തിൻ വസിത്തീന ജുസ്ആ, അതിലേക്ക് 69 ഇരട്ടി കൂടി ചൂടിനെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കുല്ലുഹുന്ന മിസ്ലു ഹരിഹാ, ഇവിടുത്തെ ചൂടിൻ്റെ അത്ര തന്നെയുള്ള 69 എണ്ണം കൂട്ടിക്കൊടുത്താണ് അള്ളാഹു ശിക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, ഇവിടെ ചൂടിനെ കുറക്കാൻ നാം ധാരാളം വെള്ളം കുടിക്കുന്നുവെങ്കിൽ അവിടെ കിട്ടുന്ന വെള്ളം പോലും എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസുഖൂ മാഅൻ ഹമീമാ ഫഖത്തഅ അംആഅഹും. അല്ലാഹു പറയാണ്, അവിടെ വല്ലാതെ വെള്ളം കുടിക്കാൻ ചോദിക്കുന്ന മനുഷ്യന് നരകത്തിൽ വസുഖൂ മാഅൻ ഹമീമാ, ഹമീം എന്ന പേരിലുള്ള വെള്ളം കുടിപ്പിക്കപ്പെടും. ഫഖത്തഅ അംആഅഹും, അതവരുടെ കുടൽമാലകളെ ഛിന്ന ഭിന്നമാക്കും, അവൻ്റെ ആമാശയത്തെ മുറിച്ചു കളയും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വെള്ളത്തിന് വല്ലാതെ ആവശ്യപ്പെടുമ്പോൾ യുഗാസൂ ബിമാഇൻ കൽ മുഹിൽ, മുഹിൽ എന്ന ഒരു വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കും. എന്താണ് അതിൻ്റെ പ്രത്യേകത? യശ്വിൽ വുജൂഹ്, അത് മുഖങ്ങളെ കരിച്ചു കളയുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനന്നാർ, അല്ലാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ തേടുകയാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ തണലിനെ കുറിച്ച് പറഞ്ഞതെന്താണ്? അല്പം ഒരു തണൽ കിട്ടുമ്പോൾ കരിമ്പ് ജ്യൂസ് നല്ല തണലുള്ളിടത്ത് വെക്കും. എന്തേ? യാത്ര ചെയ്യുന്ന മനുഷ്യൻ ക്ഷീണിച്ച് ആ തണലിലൊന്ന് വാഹനം നിർത്തി അവിടെ നിന്നൊരു കരിമ്പ് ജ്യൂസ് കുടിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നൽകുന്ന തണലിനെ കുറിച്ച് പറഞ്ഞതെന്താണ്? വദില്ലിം മിൻ യഹ്മൂം, കരിമ്പുകയുടെ തണലാണ് അവിടെ, കരിമ്പുകയുടെ തണലാണ്. ലാബാരിദിം വലാകരീം, തണുപ്പോ സമാധാനമോ നൽകാത്ത തണലാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കാറ്റ് കൊള്ളുമ്പോൾ നമുക്ക് ആശ്വാസമുണ്ടെങ്കിൽ അവിടുത്തെ കാറ്റിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താണ്? ഫീ സമൂമിൻ ഹമീം, രോമകൂപങ്ങളെ തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റാണ്. ശക്തമായ ചൂട് അവൻ്റെ രോമകൂപങ്ങളെപ്പോലും തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റാണ് അവിടെയുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ വേനൽക്കാലമായപ്പോൾ കട്ടിയില്ലാത്ത നേരിയ വസ്ത്രം ധരിച്ച് ആശ്വാസം കണ്ടെത്തുന്നുവെങ്കിൽ അവിടെ കിട്ടുന്ന വസ്ത്രം എന്താണ്? വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖറനീന ഫിൽ അസ്ഫാദ്, ഖുത്ബയുടെ തുടക്കത്തിൽ ഓതി വെച്ച വചനമാണ്. സൂറത്ത് ഇബ്രാഹിമിലെ 49-50 ആയത്തുകളാണ്. വതറൽ മുജ്രിമീന, അന്ന് കുറ്റവാളികളെ നിനക്ക് കാണാം, യൗമഇദിൻ, അന്നേ ദിവസം, മുഖറനീന ഫിൽ അസ്വാദ്, ചെങ്ങലകളിൽ ഇങ്ങനെ ബന്ധിച്ചിട്ടുണ്ടാകും. സറാബീലുഹും മിൻ ഖത്റാൻ, താറുപോലെ ഉരുകിയ ലോഹം ഉരുക്കിയതുപോലുള്ള കട്ടിയുള്ള വസ്ത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. വതഖ്ശാ വുജൂഹഹുമുൻ നാർ,
നരകത്തിലെ തീയ് അവരുടെ മുഖങ്ങളെ ആവരണം ചെയ്യുന്നതാണ്, മൂടിപ്പുതക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് എന്താ അറിയോ? തൽഫഹു വുജൂഹഹുമുൻ നാർ. നരകത്തിൻ്റെ തീയ് അവരുടെ മുഖങ്ങളെ അങ്ങ് കരിച്ചു കളയും, ചുണ്ടുകളെ അങ്ങ് മുറിച്ചു കളയും. വഹും ഫീഹാ കാലിഹൂൻ. ചുണ്ട് നഷ്ടപ്പെട്ടിട്ട് പല്ല് മാത്രം ഇങ്ങനെ കാണുമ്പോൾ അവർ ചിരിക്കുകയാണോ എന്ന് തോന്നും. നരകത്തിലുണ്ടോ ഒരു മനുഷ്യൻ ചിരിക്കുന്നു? ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ചുണ്ട് നഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ തോന്നുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ആ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അതിന് ഇവിടെ കുറച്ച് ചൂട് സഹിച്ചാലും കുഴപ്പമില്ല. ഇബാദത്തുകളിൽ വീഴ്ച വരുത്തരുത്, പള്ളികളിൽ വരുന്നത് ഇല്ലാതെയാകരുത്, ജമാഅത്തുകളിൽ നിന്ന് മുടങ്ങരുത്. അങ്ങനെ മുടങ്ങിയ ചില ആളുകളുണ്ടായിരുന്നു. തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ശക്തമായ ചൂടിൻ്റെ വേളയിൽ യുദ്ധത്തിനുള്ള ആഹ്വാനം വന്നപ്പോൾ ചില മുനാഫിക്കീങ്ങൾ അവർ പോരുന്നില്ലെന്നു മാത്രമല്ല പോരുന്നവരെ തടയുകയും ചെയ്തു. ഫരിഹൽ മുഖല്ലഫൂന ബിബഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്. അള്ളാഹിൻ്റെ റസൂലിന് എതിരായിട്ട് അതിലിങ്ങനെ തൃപ്തരായി സന്തോഷിച്ച് വകരിഹു അയ്യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഇറങ്ങിത്തിരിക്കുന്നതിൽ വെറുപ്പ് തോന്നിയ ചില മനുഷ്യർ വഖാലു, ഇറങ്ങിയവരോട് അവർ പറഞ്ഞു, ലാ തൻഫിറു ഫിൽ ഹർ. ഈ ചൂടത്തൊന്നും അതിന് പോകരുത്. ഇതൊന്നും ദഅവത്തിന് പറ്റിയ സമയമല്ല, ഇതൊന്നും പ്രബോധനത്തിന് പറ്റിയ വേളയല്ല, ഇതൊന്നും ജിഹാദിനോ ഖിതാലിനോ പറ്റിയ സന്ദർഭമല്ല, ഈ ചൂടത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് മുടക്കിയ ആളുകൾ. കുൽ നബിയേ, അവരോടങ്ങ് പറഞ്ഞേക്ക്, നാറു ജഹന്നം അശദ്ദു ഹർറാ. അനുഭവിക്കാൻ പോകുന്ന നരകം ഇതിനേക്കാൾ എത്രയോ ശക്തമായ ചൂടാണ്. ലൗകാനു യഫ്ഖഹൂൻ. അത് അവരൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 81-ാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ നരകത്തിൽ നിന്ന് നാം രക്ഷപ്പെടണം, അതിൽ നിന്ന് നാം രക്ഷ തേടണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ശക്തമായ ചൂട് നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത്. നമ്മുടെ രാജ്യം ഒരിക്കൽ കൂടി ഒരു തെരഞ്ഞെടുപ്പിന് നേരിടാനിരിക്കുകയാണ്. മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും സ്വീകരിക്കേണ്ടുന്ന ഒരു സമയവും സന്ദർഭവുമാണ് സംജാതമായിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും രാഷ്ട്രീയ പ്രവർത്തകരോടും നമുക്ക് ചില വിയോജിപ്പുകളുണ്ട് എന്നത് നമുക്ക് മറക്കാനാവില്ല. ഒരു വിശ്വാസിക്ക് അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യാൻ പറ്റാത്ത പലതും നമ്മുടെ നാട്ടിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് എന്നതും നാം വിസ്മരിക്കുന്നില്ല. അതിനെയൊക്കെ എതിർക്കാൻ പറ്റുന്ന, തിരുത്താൻ പറ്റുന്ന എല്ലാ മാർഗങ്ങളും നാം ഉപയോഗപ്പെടുത്തുകയും വേണം. പക്ഷേ ആ കുറവുകളൊന്നും ഫാഷിസത്തിനെതിരെയുള്ള പങ്ക് നിർവഹിക്കാൻ നമുക്ക് തടസ്സമാകരുത്. മതത്തെയും മതനിയമങ്ങളെയും പരസ്യമായി എതിർക്കുന്ന മതവിശ്വാസികളെയും മതപണ്ഡിതന്മാരെയും അകാരണമായി പ്രയാസപ്പെടുത്തുന്ന, പീഡിപ്പിക്കുന്ന, പരിഹസിക്കുന്ന ദുശക്തികളെക്കാളും നല്ലത് മതേതരത്വവും ജനാധിപത്യവും പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു വോട്ടും പാഴാകാൻ പാടില്ല. നമുക്കൊരിക്കലും അമിതമായ നിരാശ വേണ്ട. മതനിഷേധവും ദൈവനിരാസവുമൊക്കെ മുഖമുദ്രയായി കൊണ്ടു നടക്കുന്നവരെക്കാളും നല്ലത് ജനാധിപത്യത്തിനും മതേതരത്തിനും വേണ്ടി വാദിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിപൂർവം നമ്മുടെ വിരൽ വെക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അധികാരം നൽകുന്നവരെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. കുൽ നബിയെ അങ്ങ് പറയണം, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, എല്ലാ അധികാരങ്ങളും നൽകുന്ന അധികാരിയെ, തൂത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്കാണ് നീ അധികാരം നൽകുക. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം ഇറക്കി വെക്കും. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകും. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യരാക്കും. ബിയദിക്കൽ ഖൈർ, എല്ലാ നന്മകളും നിന്റെ കയ്യിലാണ് റബ്ബേ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന പ്രാർത്ഥനാ മനസ്സാണ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടത്. എന്താ ഇതൊന്നും പടച്ചോൻ കാണുന്നില്ലേ എന്ന രീതിയിലുള്ള സൂകുല്ലന് തെറ്റായൊരു ചിന്ത, സദ്വിചാരത്തിനപ്പുറമുള്ളൊരു ചിന്ത
നമ്മിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അള്ളാഹു ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സ്വാർ. കണ്ണുകൾ അഞ്ചിപ്പോകുന്ന ഒരു ദിവസത്തിനു വേണ്ടി അള്ളാഹു കാത്തു നിൽക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവാണ് അധികാരം നൽകുന്നവൻ, അള്ളാഹുവാണ് അധികാരത്തിൽ നിന്ന് ഇറക്കുന്നവൻ. ആ റബ്ബിലാണ് നമുക്ക് പ്രതീക്ഷ. ആ റബ്ബിൻ്റെ കൽപ്പനകളാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമൊക്കെ സഹായവും രക്ഷയും നൽകുന്ന ആളുകൾക്ക് അധികാരം നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശിഫ നൽകണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവരുണ്ട്, അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളുണ്ട്, അവർക്ക് നീ സ്വാലിഹികളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ആവശ്യമായ മഴ വർഷിപ്പിക്കണം യാ അള്ളാഹ്. നീ ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം നൽകണം റഹ്മാനെ. എല്ലാ പ്രതിസന്ധികളിലും ക്ഷമിക്കാനുള്ള കഴിവും ശക്തിയും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أغثنا اللهم أغثنا اللهم أغثنا غيثا مغيثا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.